ഹലോ സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിലെ ചാപ്റ്റർ 11 കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ചിത്രകല. ചരിത്രാതീത കാലം മുതലേ നമ്മൾ കൂടുതലായിട്ടും ചിത്രങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിത്രങ്ങളിലൂടെ നമുക്ക് പല കാര്യങ്ങളും അന്നത്തെ സാമൂഹിക അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററും അത് തന്നെയാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചിത്രകല ഒരു കലാരൂപമായിട്ട് ഇന്ത്യയിൽ മുൻപേ തന്നെ പുരാതന കാലത്ത് തന്നെ വളർച്ച പ്രാപിച്ച ഒന്നായിരുന്നു. ഈ ഒരു സാഹിത്യ സ്രോതസ്സുകളിൽ നിന്നൊക്കെ, അതായത് മുൻപത്തെ ഗുഹകളിൽ നിന്നൊക്കെ നമുക്ക് പല ചിത്രകലകളുടെയും അവശിഷ്ടങ്ങളും തെളിവുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കൂടുതലായിട്ടും ശിലാചിത്രങ്ങളായിരുന്നു കണ്ടുവന്നിട്ടുള്ളത്. അതായത് ഗുഹകളിലൊക്കെ കൊത്തുപണികൾ നടത്തിയിട്ടായിരുന്നു ആ ഒരു ശിലാചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ട് മൃഗങ്ങളുടെ ചിത്രങ്ങളും അന്നത്തെ മനുഷ്യരുടെ ആ ഒരു ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് ഓരോ സന്ദർഭങ്ങളിലായിട്ട് പല തവണകളിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മഹാരാഷ്ട്രയിലെ നരസിംഹാർ ഗുഹാചിത്രങ്ങളിൽ പുള്ളിമാൻ്റെ ഉണങ്ങിയ തുകൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ മുൻപത്തെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹരപ്പൻ സംസ്കാരം. അപ്പം ആ ഒരു മുദ്രകളിലെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ചിത്രകലകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ബുദ്ധമത ഗ്രന്ഥമായിട്ടുള്ള വിനായ പീഠക എന്നിവയിലൊക്കെ രാജകീയ കൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യ ഛായാചിത്രങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പിന്നീടുള്ള കാലത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ കൂടുതലായിട്ടും ചരിത്രാതീത കാലം മുതലേ ഇന്ത്യയിൽ തഴച്ചു വളർന്നിരുന്നതാണ് ചിത്രകല. ഗുപ്ത ചിത്രകലയിൽ ഏറ്റവും ഉത്തമ മാതൃക ആയിട്ടുള്ളതാണ് ഗുപ്ത ചിത്രകല. അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്ന അജന്ത ഗുഹകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അതെല്ലാം ആ ഒരു ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അവരുടെ ചിത്രകലയുടെ വിഷയങ്ങളെല്ലാമായിട്ട് വരുന്നത് മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, പൂക്കൾ, മനുഷ്യർ, പിന്നെ ജാതക കഥാപാത്രങ്ങളുണ്ടല്ലോ, ജാതക കഥകൾ, അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത്, പ്രാചീന കാലത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ടും ഗുപ്ത കാലഘട്ടത്തിൽ, അതായത് AD 56 നൂറ്റാണ്ടിൽ വരച്ച ചിത്രങ്ങളായിരുന്നു ഏറ്റവും നല്ല ചിത്രങ്ങളായിട്ട് പിൽക്കാലത്ത് പിന്നീടുള്ള കാലങ്ങളിൽ നമുക്ക് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മ്യൂറൽ ചിത്രങ്ങളിൽ പ്രധാനമായിട്ടും ചിത്രീകരിച്ചിരുന്നത് മതപരമായിട്ടുള്ള ഓരോ രംഗങ്ങളും അതിൻ്റെ ആശയങ്ങളൊക്കെയാണ്. പിന്നാണെങ്കിൽ ശ്രീബുദ്ധൻ്റെ ജീവിത കഥകളെയും അല്ലെങ്കിൽ ജാതക കഥകളുമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നുള്ള ചിത്രകലകളിൽ ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യൻ ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും ആ ഒരു ടൈമിൽ തന്നെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. രാജകുമാരന്മാർ, അവരുടെ കൊട്ടാരങ്ങൾ, ആ കൊട്ടാരം എങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ വസിച്ചിരുന്ന സ്ത്രീകളും ബാക്കി എല്ലാ കഥാപാത്രങ്ങളൊക്കെ ആ ഒരു അന്തഃപുരങ്ങളിലൊക്കെ വസിച്ചിട്ടുണ്ടായിരുന്ന പലരും ഉണ്ടാവല്ലോ, അവരെക്കുറിച്ചിട്ടൊക്കെ പണ്ടത്തെ ചിത്രകലകളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലഘട്ടത്തിലെല്ലാം കൂടുതലായിട്ടും ചിത്രം വരക്കാൻ ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന നിറങ്ങളുണ്ടായിരുന്നു. അതായത് ഞാൻ കുറച്ച് അടിസ്ഥാന നിറങ്ങളെ പറ്റി പറഞ്ഞു തരാം. ചുമന്ന കാവി മണ്ണ്, ധാതുരാഗ എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വ്യക്തമായ ഒരു ചുവപ്പ് കളറുണ്ട്, കുങ്കുമ അല്ലെങ്കിൽ സിന്ദൂരം കളർ എന്നൊക്കെ നമ്മളത് പറയും. അതൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപയോഗിച്ചത് മഞ്ഞ കാവി, ഹരിതല എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ നീല കളർ ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്തിട്ടുണ്ട്. ലാപ്പിസ് ലസൂലി, പിന്നെ നിലവിളക്കിൻ്റെ കറുപ്പ്. കൂടുതലും നമ്മൾ കാജലൊക്കെ കണ്ണിലെഴുതാനൊക്കെ നമ്മൾ പണ്ടുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ചിത്രം വരക്കാൻ കൂടെ ഈ നിലവിളക്കിൻ്റെ കറുപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു കറുപ്പുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ചിത്രം വരച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നാണെങ്കിൽ ചോക്കിൻ്റെ വെളുപ്പ്, ഖാദി മിട്ടി എന്നാണ് അതിനെ പറയുന്നത്. ടെറാവേർട്ട്, ചേരുമതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറുണ്ട്. പിന്നെ കൂടാതെ പച്ചയും ആയിരുന്നു. ഇത്തരം കളറുകളാണ് മുൻപ് ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാകിസ്ഥാനിൽ നിന്നിട്ടുള്ള ഒരു ലാപ്പിസ് ലസൂലി
എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിറം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊഴിച്ചിട്ട് ബാക്കി ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള എല്ലാ നിറങ്ങളും ഈ പ്രാദേശികമായിട്ട് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കളേഴ്സ് സംയോജിപ്പിച്ചിട്ടുള്ള കോമ്പിനേഷൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ചാരനിറം ഒരു അപൂർവ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതും ചില മിക്സിംഗ് ആണ്, ചില കളേഴ്സിൻ്റെ മിക്സ് ചെയ്തിട്ടാണ് ആ ചാരനിറം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഓരോ നിറങ്ങളുടെ ഉപയോഗം തീരുമാനിക്കപ്പെട്ടിരുന്നത് ആശയങ്ങളും പ്രാദേശിക ചുറ്റുപാടുകളെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് മധ്യകാല ചിത്രകലയെക്കുറിച്ച് നമുക്ക് പറയാം. മധ്യകാല ചിത്രകലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മിഡീവൽ ഇന്ത്യ കുറച്ച് മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മധ്യകാല ഇന്ത്യയെ കുറിച്ചിട്ട്. അതിൽ ഡൽഹി സുൽത്താൻ്റെ കാലഘട്ടം ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. ആ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ഈ ഒരു ചിത്രകലയെ പരിപോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം ദേവാലയങ്ങളിലും രാജകൊട്ടാരത്തിലെ അന്തഃപുരങ്ങളിലും രാജകൊട്ടാരങ്ങളിലെ മ്യൂറൽ ചിത്രകലകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും കൂടുതലും പൂക്കൾ, ഇലകൾ, സസ്യങ്ങളും അതൊക്കെ കൊണ്ടാണ് ഇവ വരച്ചിട്ടുണ്ടായിരുന്നത്. ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും പ്രോത്സാഹിക്കപ്പെട്ടു ചിത്രകല. പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ ആ ഒരു കാലഘട്ടത്തിൽ മ്യൂറൽ ചിത്രകല അല്ലെങ്കിൽ സൂക്ഷ്മ ചിത്രകലയായിരുന്നു. കയ്യെഴുത്ത് പ്രതികളുടെ പ്രകാശനങ്ങൾ അതൊക്കെ ഈ ഓരോ ചിത്രകലകൾ യൂസ് ചെയ്തും കൊണ്ടിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നാണെങ്കിൽ തുണിത്തരങ്ങളിൽ നമ്മളിപ്പം തുണിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ചിത്രങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ട് വരും. അന്നത്തെ കാലത്ത് അത് കൈകൊണ്ട് വരച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പം പിന്നെ ഇന്ത്യൻ ചിത്രകലയിൽ ആ ഒരു കാലഘട്ടത്തിൽ അറബി, പേർഷ്യൻ സ്വാധീനങ്ങളും പിൽക്കാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. കൂടുതലായിട്ട് ആ ഒരു പേർഷ്യക്കാരുടെ ആഗമനം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് മുതൽ തന്നെ ആ ഒരു ചിത്രകലയിലും ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രാദേശിക സംസ്ഥാനങ്ങളിലും ചിത്രകലകൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നു. ഒരു ഗ്വാളിയർ രാജാവായിട്ടുള്ള മാൻസിംഗ് തമറിൻ്റെ കൊട്ടാരത്തിൽ അലങ്കാര ചിത്രങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ബാബറും അക്ബറും ഈ ഒരു ചിത്രകലയെ കുറച്ചും കൂടെ പരിപോഷിപ്പിച്ചവരാണ്. അപ്പം അവർക്ക് ഈ ഒരു ചിത്രകലയോട് അദ്ദേഹത്തിൻ്റെ മാൻസിംഗ് തമറിൻ്റെ കൊട്ടാരത്തിൽ ആ ഒരു ചിത്രകലയോട് കുറച്ചും കൂടെ മതിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. AD 14-15 നൂറ്റാണ്ട് കാലയളവിൽ സൂക്ഷ്മ ചിത്രകല കൂടുതലായിട്ട് പ്രാബല്യത്തിൽ വന്നു. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലായിരുന്നു കൂടുതലായിട്ടും സൂക്ഷ്മ ചിത്രകലകൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നാണെങ്കിൽ 13-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉത്തരേന്ത്യയിൽ തുർക്കി സുൽത്താൻമാർ പേർഷ്യൻ കൊട്ടാര സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ കൂടുതൽ അവരോടൊപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 15-16 നൂറ്റാണ്ടുകളിൽ ഡെക്കാൻ, ഗുജറാത്ത്, ജ്ഞാൻപൂർ, ഡൽഹി, ബംഗാൾ, മാൾവ തുടങ്ങിയ സ്ഥലങ്ങളിൽ പേർഷ്യക്കാരാണല്ലോ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് സചിത്ര കയ്യെഴുത്ത് പ്രതികൾ നിർമ്മിക്കുകയുണ്ടായിരുന്നു. സചിത്ര കയ്യെഴുത്ത് പ്രതികൾ ഈ പേർഷ്യക്കാർ കൊണ്ടുവന്നതാണ് കേട്ടോ, ആ ഒരു ഡെക്കാൻ, ഗുജറാത്ത് ആ ഒരു ഭാഗങ്ങളിൽ. പിന്നെ ഒരു ജഹാംഗീറിൻ്റെ കാലത്ത്, ജഹാംഗീർ ഒരു മുഗൾ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ചിത്രകല ഏറ്റവും കൂടുതലായിട്ട് ഉന്നതിയിലെത്തിയെന്ന് പറയാം. സ്വയം തന്നെ അദ്ദേഹവും ഒരു ചിത്രകലാകാരനായിരുന്നു. ഒരു കലയോട് കൂടുതൽ കലാഭിജ്ഞാനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ചിത്രകലയെ കൂടുതലായിട്ട് പരിപോഷിപ്പിച്ചു. പിന്നെ ചിത്രകാരന്മാർ നീല, ചുമപ്പ് പോലെയുള്ള കടും വർണ്ണങ്ങൾ ഉപയോഗിക്കാനും എന്നിട്ട് ചിത്രം വരക്കാനും തുടങ്ങി. കൂടുതലായിട്ട് 3D ടൈപ്പ് ചിത്രങ്ങളില്ലേ, അതൊക്കെ ആ ഒരു ജഹാംഗീറിൻ്റെ കാലത്തുണ്ടായതാണ്. പിന്നെ ആ ഒരു ഭരണകാലത്ത് കുറച്ചധികം ചിത്രകാരന്മാർ വന്നിട്ടുണ്ട്. അതായത് മൻസൂർ, ബിഷൻദാസ്, മനോഹർ, അബുൽ ഹസൻ എന്നിവരൊക്കെ ജഹാംഗീറിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള ചിത്രകാരന്മാരായിരുന്നു. അതിൽ തന്നെ ഒരു ഛായാചിത്രം വരക്കാൻ മൻസൂർ എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഛായാചിത്രം വരക്കുന്നതിൽ വിദഗ്ധനായിരുന്നു മൻസൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രകാരൻ. അദ്ദേഹം കൂടുതലായിട്ടും പക്ഷികളുടെയും ജന്തുക്കളുടെയും ചിത്രം വരക്കുന്നതിൽ പ്രാവീണ്യം ലഭിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്.
അപ്പം ഷാജഹാൻ്റെ കാലത്താണെങ്കിൽ വാസ്തുശില്പങ്ങളുടെ നിർമ്മാണത്തിലാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം ചിത്രകലയെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വന്നൊരു മുഗൾ ഭരണാധികാരിയാണല്ലോ ഔറംഗസേബ്. അദ്ദേഹം കൂടുതലായിട്ടും ഭരണത്തിലാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയുള്ള ഓരോ കലകളിലൊന്നും അദ്ദേഹം കൂടുതലായിട്ട് ഇൻട്രസ്റ്റഡ് അല്ല. അപ്പം ആ ഒരു ടൈമിൽ ഔറംഗസേബിൻ്റെ ടൈമിൽ ചിത്രകല അത്ര രീതിയിൽ വളർന്നു വന്നില്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലും പഞ്ചാബിലും ചിത്രകല വളർച്ച പ്രാപിച്ചു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കേട്ടോ രാജകീയ പ്രോത്സാഹനം ഔറംഗസീബിൻ്റെ കാലത്ത് ലഭിച്ചില്ല. അപ്പം അവിടെയുള്ള ചിത്രകാരന്മാർ ബാക്കിയുള്ള സ്ഥലത്ത് രാജസ്ഥാനിലും പഞ്ചാബിലൊക്കെ പോകാൻ തുടങ്ങി. അവിടെ അതുകൊണ്ട് ചിത്രകല നല്ല രീതിയിൽ ഉയർച്ച പ്രാപിച്ചു. പിന്നാണെങ്കിൽ രാജസ്ഥാനി പഹാരി ചിത്രകലാ വിഭാഗം അങ്ങനെ കൂടുതലായിട്ട് ഉദയം ചെയ്യാൻ തുടങ്ങി. ചെറിയ പ്രതലത്തിൽ ചെറിയ സൂക്ഷ്മമായിട്ട് നമ്മൾ വരയ്ക്കുമല്ലോ, അതിനെയാണ് സൂക്ഷ്മ ചിത്രകല എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് സൂക്ഷ്മ ചിത്രകല എന്ന് ഉദ്ദേശിക്കുന്നത്. ചെറിയ പ്രതലങ്ങളിൽ നമ്മൾ ചെറിയ ചിത്രങ്ങൾ, മൈക്രോ ആർട്ട് എന്നൊക്കെ പറയാം നമുക്കതിനെ. അതിനെയാണ് സൂക്ഷ്മ ചിത്രകല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും ഒക്കെ ഈ ഓരോ ചിത്രങ്ങൾക്കും പ്രമേയങ്ങളായി. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ടേക്ക് ഒരു ചിത്രം വരക്കാറില്ലല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു ചിത്രം വരക്കുകയാണെങ്കിൽ ആ ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ എന്താണോ തീം, അദ്ദേഹം എന്താണോ പ്രമേയമാക്കി വരയ്ക്കേണ്ടത്, അത് അദ്ദേഹത്തിൻ്റെ ഭാവനയിലുണ്ടാവും. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ കൂടുതലായിട്ടും മധ്യകാലത്തിലാണെങ്കിലും പ്രാചീന കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും ആ ഒരു പ്രമേയം ഉണ്ടായിരുന്നു. എന്താണ് തങ്ങൾ വരയ്ക്കേണ്ടതെന്ന് അന്നത്തെ മനുഷ്യർക്ക് അറിയാമായിരുന്നു. അപ്പം കൂടുതലായിട്ടും അന്നത്തെ സാമൂഹിക ചുറ്റുപാട് തന്നെയായിരുന്നു അവർ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു പ്രമേയം ഉണ്ടായിരിക്കും. കൂടുതലായിട്ടും മധ്യകാലത്തേക്ക് വന്നപ്പോൾ ഇതിഹാസങ്ങളെക്കുറിച്ചിട്ടും ഐതിഹ്യങ്ങളെക്കുറിച്ചിട്ടും എല്ലാം വരയ്ക്കാനാണ് അന്നത്തെ ചിത്രകാരന്മാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടാതെ ഋതുക്കളെക്കുറിച്ചിട്ട് ഒക്കെ പ്രമേയങ്ങളായിട്ട് പിന്നീട് വന്നു. ജമ്മു, ബിലാസ്പൂർ, ഗാർവാള്, ചമ്പാകുളർ, ബസോലി തുടങ്ങിയിട്ടുള്ള പ്രാദേശിക കേന്ദ്രങ്ങളിൽ കൂടുതലായിട്ടും ഈ ഒരു സൂക്ഷ്മ ചിത്രീകരണ രീതിയെ കൂടുതലായിട്ട് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആധുനിക കാല ചിത്രകലയെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ 18-19 നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലും അതായത് 18-19 നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലായിട്ടും ഇന്ത്യൻ ചിത്രകല അതിൻ്റെ പാരമ്യത്തിലെത്തിയിട്ടുള്ളത്. ഇതിനെ ബ്രിട്ടീഷ് പ്രസിഡൻറ്റുമാരും സന്ദർശകരും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായിരുന്നു. കൂടുതലായിട്ടും ഇന്ത്യൻ സാമൂഹ്യ ജീവിതങ്ങളും ജനപ്രിയ ഉത്സവങ്ങളും മുഗൾ സംസ്കാരങ്ങളും ഒക്കെ ഈ ചിത്രങ്ങളുടെ പ്രമേയങ്ങളായിട്ട് പിൽക്കാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പം മുഗൾ പാരമ്പര്യത്തെക്കുറിച്ച് കൂടുതലായിട്ടും നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്തരം ചിത്രങ്ങളിലൂടെയായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നുള്ള ഒരു ചിത്രത്തിന് ഉദാഹരണമാണ് ലേഡി ഇബയ്ക്ക് വേണ്ടിയിട്ട് ഷെയ്ഖ് സിയാവുദ്ദീന് പക്ഷികളെക്കുറിച്ചുള്ള ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഛായാചിത്രം. അതായിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നുള്ള ചിത്രം. പിന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് യൂറോപ്യൻ മാതൃകയിൽ കൽക്കത്ത, ബോംബെ, മദ്രാസ് തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിൽ ആർട്സ് സ്കൂളുകൾ ആരംഭിക്കുകയുണ്ടായി. പിന്നെയാണ് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം രാജാ രവിവർമ്മ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഐതിഹ്യവും സാമൂഹ്യമായ പ്രമേയങ്ങൾ ആധാരമാക്കിയിട്ട് എണ്ണ ഛായാചിത്രങ്ങൾ പിന്നീട് വന്നു. മുൻപൊക്കെ ചായങ്ങൾ പ്രാദേശികമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്ന ചായങ്ങൾ, ഇപ്പം മണ്ണോ പലതരത്തിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ വരച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് എണ്ണ ഛായാചിത്രങ്ങൾ പ്രാബല്യത്തിൽ വന്നു തുടങ്ങി രാജാ രവിവർമ്മയ്ക്കൊക്കെ ശേഷം ആ ഒരു കാലഘട്ടത്തിൽ. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഉദയത്തിന് രവീന്ദ്രനാഥ ടാഗോർ, അവനീന്ദ്രനാഥ ടാഗോർ, ഹാവൽ തുടങ്ങിയ കുറച്ച് പ്രമുഖർ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ്
അതായത് ഈ ഒരു ചിത്രകലയ്ക്ക് കൂടുതലായിട്ട് പ്രാമുഖ്യം നൽകിയ ഒരു സ്കൂളാണ്. പിന്നെ ആണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത്, ഇത് 1943 കൽക്കത്തയിൽ ചിത്രകാരന്മാരായിട്ടുള്ള പാരിതോഷ് സെൻ, നിരോധ മംജുംദാർ, പ്രദോഷ് ദാസ് ഗുപ്ത ഒരു ചിത്രകലയുടെ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അതായത് അവരുദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യൻ ജനതയുടെ അവസ്ഥ വരച്ച് കാട്ടാനായിട്ടാണ് ആ ഒരു സംഘത്തിലൂടെ, ആ ഒരു സംഘം വരക്കുന്ന ചിത്രകലയിലൂടെ അവർ പുറം ലോകത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 1943 കൽക്കത്തയിൽ സ്ഥാപിച്ച ഒരു ചിത്രകലാ സംഘത്തിലൂടെ. പിന്നെയാണ് വരുന്നത് 1948 ബോംബെയിൽ ഫ്രാൻസിസ് ന്യൂട്ടൺ സോസയുടെ നേതൃത്വത്തിൽ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് രൂപീകരിച്ചതും മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു വികാസം തന്നെയായിരുന്നു ഈ ഒരു ചിത്രകല ഇൻഡസ്ട്രിയിൽ. അപ്പം SH റാസ, MF ഹുസൈനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവരൊക്കെ ഈ ഒരു ആർട്ടിസ്റ്റ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. കൂടാതെ HA ഘോഡ തുടങ്ങിയിട്ടുള്ളവർ. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ് വിട്ടുനിന്നവരായിരുന്നു ഈ ഒരു ഗ്രൂപ്പിലുള്ളവർ. സ്വതന്ത്ര ഇന്ത്യയിലെ ശക്തമായ ആധുനിക കലയെ ഇവർ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളതാണ് 1970കളിൽ തങ്ങളുടെ ചുറ്റുപാടുള്ള വിമർശനാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ചിത്രകാരന്മാർ ചിത്രം വരക്കാൻ തുടങ്ങി. അതായത് ദാരിദ്ര്യം, അഴിമതി, രാഷ്ട്രീയ മൂല്യച്യുതി, വർഗീയ സംഘർഷങ്ങൾ, പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടാവില്ലേ ചുറ്റുപാടുള്ള പല നാഗരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിനൊക്കെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ചരിത്രകാരന്മാർ ഓരോ പ്രമേയങ്ങൾ അവർ തന്നെ സ്വയം അവരുടെ ചുറ്റുപാടുള്ള ഓരോ പ്രമേയങ്ങളെ എടുത്തിട്ട് ചിത്രം വരക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് ആധുനിക കാലത്തെ ചിത്രകലയുമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ ആണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് അറിയപ്പെടുന്ന ചിത്രകാരന്മാരാണ് തെയ്യബ് മേത്ത, സതീഷ് ഗുജറാൾ, കൃഷ്ണൻ ഖന്ന, മഞ്ജു ബാവ തുടങ്ങിയിട്ടുള്ളവർ. പിന്നെ ഈ ഒരു ഇന്ത്യൻ ചിത്രകല ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഗവൺമെൻറ്റിൻ്റെ 2 സ്ഥാപനങ്ങളുണ്ട്. നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്, രണ്ടാമത് വരുന്നത് ലളിതകലാ അക്കാദമി. അപ്പം ഈ ഒരു 2 സൃഷ്ടികളിലൂടെയും 2 വിശാലമായിട്ടുള്ള ഈ ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ കലാപരമായിട്ട് വിവിധ മേഖലകളിലുള്ള കലാകാരന്മാർ അംഗീകരിക്കാനും സംരക്ഷിക്കാനും ഈ 2 ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ കഴിഞ്ഞു. ഏതൊക്കെയാണത്? നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടും പിന്നെ വരുന്നത് ലളിതകലാ അക്കാദമി. കൂടുതലായിട്ടും ആധുനിക കാലത്ത് ഈ 2 സ്ഥാപനങ്ങളും കലാകാരന്മാർക്ക് കൂടുതൽ അംഗീകാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് അലങ്കാര കലയെ കുറിച്ചിട്ടാണ്. അലങ്കാര കല കടലാസിലോ അല്ലെങ്കിൽ ക്യാൻവാസിലോ മാത്രമായിട്ടല്ല ഇന്ത്യൻ ചിത്രകല എന്നത്തെ കാലത്തായാലും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഗ്രാമീണ മേഖലയിലെല്ലാം കൂടുതലും വീടുകളിലായിരുന്നു ചിത്രങ്ങൾ വരച്ച്, വീടുകളിൽ അവരുടെ ചുമരുകളിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു, അലങ്കാര ചിത്രങ്ങൾ. നമുക്ക് പറയുന്നതാണെങ്കിൽ ഫോർ എക്സാമ്പിളായിട്ട് അലങ്കാര കലയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ രംഗോലി. എല്ലാവർക്കും അറിയുന്നതായിരിക്കും രംഗോലി അല്ലേ. അത് പല സംസ്ഥാനങ്ങളിലും പല രീതികൾ, പല നെയിമിംഗ് ആണ് വരുന്നത് ആ ഒരു അലങ്കാര രംഗോലിക്ക്. പൂജാവേളകളിലും വിശേഷ അവസരങ്ങളിലും തറകളിൽ അലങ്കാര ചിത്രങ്ങൾ ആ ഒരു ഗ്രാമീണ മേഖലകളിലുള്ളവർ വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പറയുന്നതാണെങ്കിൽ രംഗോളി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ബംഗാളിൽ അതിനെ പറയുന്ന അൽപ്പന എന്ന പേരിലാണ്. ഉത്തരാഞ്ചലിലാണെങ്കിൽ ഐപ്പൻ, കർണാടകത്തിൽ രംഗവല്ലി, തമിഴ്നാട്ടിലാണ് കോലം എന്ന് പറയുന്നത്. പിന്നെ മധ്യപ്രദേശിൽ മന്ദാന എന്നും ഇത്തരം അലങ്കാര മാതൃക ചിത്രങ്ങളെ പറയപ്പെടുന്നു. സാധാരണയായിട്ട് ഇത്തരം ചിത്രങ്ങൾ വരക്കുന്നത് അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ വർണ്ണങ്ങളും പുഷ്പങ്ങളും ഉപയോഗിച്ചിട്ട് ചിത്രങ്ങളും വരക്കാറുണ്ട്.
മിക്സിങ്, കളർ മിക്സ് ചെയ്തിട്ടൊക്കെ. കോലങ്ങളെല്ലാം പുതിയ യുഗത്തിൽ പണ്ടൊക്കെ അരിപ്പൊടി മാത്രമാണ് യൂസ് ചെയ്തിട്ട് ഉള്ളതെങ്കിൽ ഇപ്പം കുറേ മിക്സിങ്, കളർ മിക്സിങ് ഒക്കെ ചെയ്തിട്ട് ഒന്നും കൂടെ മനോഹരമാക്കാറുണ്ട് അല്ലേ. പല സിനിമയിലും നമ്മളിപ്പം ഏതൊരു ഇതിലും നോക്കുന്നതാണെങ്കിലും കുറച്ചും കൂടെ ഭംഗിയാക്കിയിട്ട് കോലങ്ങൾ വരക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് മിഥില ചിത്രകലയാണ്. ബീഹാറിലുള്ള മിഥില പ്രദേശത്തെ ഒരു പാരമ്പര്യ ചിത്രകലാരൂപമാണ്. മധുബനി എന്നാണ് ഈ ഒരു കല ഗ്രാമീണ മേഖലയിൽ അറിയപ്പെടുന്നത്. ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഗ്രാമീണ ഒരു സ്ത്രീകളാണ്, ഗ്രാമത്തിലുള്ള സ്ത്രീകളാണ് മിഥില ചിത്രകലനെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നത്. മണ്ണിൻ്റെ നിറങ്ങളോടൊപ്പം പച്ചക്കറി നിറങ്ങളും ചേർത്തിട്ടാണ് ഈ ഒരു ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു 3D രൂപത്തിലായിരിക്കും അത് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദൃശ്യമാവുന്നത്. പിന്നെ പശുവിൻ്റെ ചാണകം മെഴുകിയ പേപ്പർ ഉണ്ടാവുമല്ലോ, അതിൽ ചെറിയ കറുത്ത വരകൾ ഉപയോഗിച്ചിട്ട് മിനുക്കി ഈ ഒരു ചിത്രത്തിനെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു ചിത്രം വരക്കുന്നതിൻ്റെ തീമായിട്ട് അവർ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സീതയുടെ നാടുകടത്തൽ, രാമലക്ഷ്മണന്മാരുടെ വനവാസം എന്നീ കഥകളോ അല്ലെങ്കിൽ ലക്ഷ്മി, ഗണേശൻ, ഹനുമാൻ തുടങ്ങിയ ഹിന്ദു ഐതിഹ്യ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളൊക്കെ ആയിരുന്നു അവരുടെ തീമായിട്ട് വരുന്നത്. അപ്പം കൂടുതലും ഈ ഒരു മധുബനി അല്ലെങ്കിൽ മിഥില ചിത്രകല വരുന്നത് സാങ്കല്പികമായിട്ടാണ് വരുന്നത്. പിന്നെ സൂര്യനും ചന്ദ്രനും പോലുള്ള ഓരോ ചിത്രങ്ങളും ഉണ്ടാവുമല്ലോ, അങ്ങനത്തെയുള്ള ചിത്രങ്ങൾ ഇവർ സ്ത്രീകൾ വരയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വരയ്ക്കുന്നുണ്ട്, പ്രമേയങ്ങളായിട്ട് വരയ്ക്കാറുണ്ട്. തുളസി പോലെയുള്ള വിശുദ്ധ സസ്യങ്ങളുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടും ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് സാമൂഹിക സംഭവങ്ങൾ, വിവാഹം, രാജസദസ്സുകളും ഒക്കെ ചിത്രീകരിക്കാൻ, പ്രമേയങ്ങളാക്കാൻ ഈ ഒരു ചിത്രകാരിമാർ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുണ്ട്, അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗ്രാമത്തിലുള്ള സ്ത്രീകളും വരക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം വരക്കാൻ ഉപയോഗിച്ച വർണ്ണങ്ങളുമുണ്ട്. അതായത് ആ ഒരു വർണ്ണം കൊണ്ട് തന്നെ ഏത് വിഭാഗത്തിലെ ആണ് ഈ ചിത്രങ്ങൾ വരച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റും. അത് ഉയർന്ന ജാതിക്കാരായിട്ടുള്ളവരാണ് ചിത്രം വരച്ചതെങ്കിൽ, അതിലുള്ള സ്ത്രീകളാണ് ചിത്രം വരച്ചെങ്കിൽ വർണ്ണശബളമായിരിക്കും, കൂടുതൽ കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇത് ഉയർന്ന ആ ഒരു വിഭാഗത്തിലുള്ളവരാണ് ചിത്രം വരച്ചിട്ടുള്ളത്. അപ്പോൾ താഴേക്കിടയിലുള്ളവരെ നോക്കുന്നതാണെങ്കിൽ കറുപ്പും ചുവപ്പും ആയിരിക്കും കൂടുതലും നിറങ്ങളായിട്ട് വരുന്നത്. പിന്നാണെങ്കിൽ ഈ ഓരോ ഗ്രാമങ്ങളിലെ സ്ത്രീകളും ഈ ഒരു ചിത്രം തങ്ങളുടെ സാങ്കേതിക വിദ്യ അത്രയും നല്ല ആ ഒരു രീതിയിൽ സുരക്ഷിതമായി സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് സമ്മാന വസ്തുക്കളൊക്കെ അലങ്കരിക്കുന്നതിനും ആശംസ കാർഡുകളൊക്കെ അലങ്കരിക്കാനൊക്കെ ഈ ഒരു മധുബനി ചിത്രങ്ങൾ റെഫറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ഈ ഗ്രാമീണ സ്ത്രീകൾക്ക് ഇതൊരു നല്ലൊരു വരുമാന മാർഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കലങ്കാരി ചിത്രകലയെക്കുറിച്ച് നോക്കാം. കലങ്കാരി ചിത്രകലയെക്കുറിച്ചിട്ട് കൂടുതലും സ്ത്രീകൾക്ക് ചിലപ്പം കൂടുതലായിട്ട് മനസ്സിലാവും. കാരണം ഇപ്പം നമ്മൾ ഡ്രസ്സസൊക്കെ വാങ്ങാൻ പോകുന്നതാണെങ്കിൽ അവിടുന്ന് ഷോപ്പിലുള്ള ടീംസ് പറയുന്നുണ്ടാവുമല്ലോ, കലംകാരി ചിത്രകലയാണ്. ഇപ്പം സാരീസിലാണെങ്കിലും ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഡിസൈനായിട്ടുള്ള നമ്മുടെ ചുരിദാർ ആ ഒരു ടൈപ്പ് തുണിത്തരങ്ങളിലൊക്കെ കലങ്കാരി ചിത്രകല ഉണ്ട്, കലങ്കാരിയാണ്, നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നൊക്കെ അവർ പറയാറുണ്ടല്ലേ. അപ്പം ഇത്തരം കലങ്കാരി ചിത്രകല മീൻ ചെയ്യുന്നത്, കലങ്കാര എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് പേന ഉപയോഗിച്ചിട്ട് ചിത്രം വരയ്ക്കുന്നതിന്. അപ്പം ആ ഒരു പേന ഉപയോഗിച്ചിട്ട് തുണിത്തരങ്ങളിൽ ചിത്രം വരയ്ക്കുന്നുണ്ട്, അതിനാണ് കലങ്കാരി ചിത്രകല. പ്രിൻ്റ് ചെയ്യുന്നതാണ് നോർമലി, ഇപ്പം പ്രിൻ്റ് ചെയ്യുന്നതായിരിക്കും. പണ്ടൊക്കെ ഈ ഒരു തുണിത്തരങ്ങളിലൊക്കെ പെന്ന് യൂസ് ചെയ്തിട്ട് അവർ കൂടുതലായിട്ടും ചിത്രം വരച്ചതിനെയാണ് കലങ്കാരി എന്ന് പരാമർശിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ചിത്രകലാരൂപം വളർച്ച പ്രാപിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. കൈകൾ കൊണ്ട് വരയ്ക്കുന്നത്. പിന്നാണെങ്കിൽ അതുകൂടാതെ അതിന് പുറമെ പച്ചക്കറി ചായങ്ങളുണ്ടാവില്ലേ, തുണിത്തരങ്ങളിൽ ബ്ലോക്കുകൾ ഉപയോഗിച്ച് അച്ചടിക്കുന്നത്. പല നമ്മുടെ സയൻസിൻ്റെ എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ ചില കുട്ടികൾ
ഇങ്ങനെ പച്ചക്കറി പല രീതിയിൽ മുറിച്ചിട്ട് കളേഴ്സിൽ മുക്കിയിട്ട് നമ്മുടെ എന്താണ് ഒരു വൈറ്റ് തുണിയിൽ ഓരോ ബ്ലോക്കുകൾ കൊണ്ടിട്ട് അവർ എന്താ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പ്രിൻ്റ് നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു പച്ചക്കറിയുടെ ഷേപ്പ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് എന്നിട്ട് അതെടുത്തിട്ട് ചായത്തിൽ മുക്കി ആ ഒരു വൈറ്റ് തുണിയിൽ നമ്മളത് പ്രിൻ്റ് ചെയ്യുമ്പോൾ പല നിറങ്ങളിലായിട്ട് പല ഷേപ്പിലായിട്ടുള്ള ആ ഒരു പിക്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് കലങ്കാരി ചിത്രകല വരുന്നത്. ഇപ്പം 15-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ചിത്രകല വളർച്ച പ്രാപിച്ചത്. ഹിന്ദുമത ഐതിഹ്യങ്ങൾ, മഹാഭാരതം, രാമായണം എന്നിവയിൽ നിന്നൊക്കെ വിഷയങ്ങൾ ഈ ഒരു കലങ്കാരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കൂടാതെ നമ്മുടെ പൈതൃക സമ്പത്ത് കൂടെയാണ്. കാരണം ഇത് പിതാവിൽ നിന്ന് പുത്രന്മാരിലേക്ക് തുടർച്ചയായി പകർന്നു നൽകുന്ന രീതിയിലായിരുന്നു ഈ ഒരു ചിത്രകല വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ചിത്രകലയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശാലമായിട്ട് എല്ലാവരും ഒരു പേർഷ്യൻ ചിത്രകലകളും മാതൃക മാസൂലി പട്ടണത്തിലെ കലങ്കാരി ചിത്രകലകളും കൂടുതലായിട്ടും ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ടും ഈ ഒരു ചിത്രം അച്ചടിച്ച് വന്നത് തുണിത്തരങ്ങളിലാണ്. ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞു, ബെഡ്ഷീറ്റുകളിലൊക്കെ ഉണ്ടാവില്ലേ, ബെഡ് കവറുകളിൽ, കർട്ടനുകളിലെല്ലാം കലങ്കാരി ചിത്രകലകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരറ്റത്ത് മൂർച്ചയുള്ള അല്ലെങ്കിൽ മറ്റേ അറ്റത്ത് ഒരു കൂട്ടം മുടി ചേർത്ത് വെച്ചിരിക്കുന്ന രീതിയിൽ മുള യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈന്തപ്പന കൊണ്ടുണ്ടാക്കിയ വടിയും യൂസ് ചെയ്തിട്ടാണ് കലാകാരന്മാർ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കലങ്കാരി ചായങ്ങൾ ഉണ്ടാക്കുന്നത് ഇലകളിൽ നിന്ന് അല്ലെങ്കിൽ സസ്യങ്ങളുടെ വേരുകളിൽ നിന്നും, പിന്നെ കൂടാതെ ടിന്ന്, ചെമ്പ്, ലവണങ്ങൾ, ആലം മുതലായവയുടെ സത്തിൽ നിന്നും ഒക്കെയാണ്. മറ്റ് ചിത്രകലകളാണ് ഗോണ്ട് കല എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്ത്യയിൽ സന്താൾ വർഗ്ഗക്കാരുണ്ട്. ആ ഒരു ഗോദാവരി തീരത്ത് വസിച്ച് വരുന്നവരാണ്. അവരാണ് ഗോണ്ട് വർഗ്ഗക്കാർ. സന്താളികളെ പോലെ പഴക്കമുള്ളവരും ചിത്രരചനയിൽ പ്രാഗൽഭ്യരുമായിട്ടുള്ളവരാണ്. അവരാണ് ഈ ഒരു വളരെ സൂക്ഷ്മവും പരിഷ്കൃതവുമായിട്ടുള്ള കലയ്ക്ക് ജന്മം കൊടുത്തത്. അപ്പം ഇതിനെ ഗോണ്ട് കല എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു കലയാണ് ബാട്രിക് ചിത്രകല. എല്ലാ ഗ്രാമീണ മേഖലകളിലും കരകൗശല ജോലികളിലും ഇന്ത്യയിൽ ഉത്ഭവിച്ചതല്ല. അപ്പോൾ ബാട്രിക് പോലെയുള്ള ചില കരകൗശല വിദ്യകൾ പൗരസ്ത്യ നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. വിദേശത്ത് നിന്നാണ് ബാട്രിക് ചിത്രകല ഇന്ത്യയിലേക്ക് വന്നത്. അപ്പം പിന്നീടാണ് ഇത് ഇന്ത്യയിൽ എത്തിയല്ലോ. അപ്പം ഭാരതവൽക്കരിച്ചു. ഇന്ത്യൻ ബാട്രിക് ഇപ്പോൾ വളരെ പക്വതയാർജിച്ചിട്ട് കൂടുതൽ ജനപ്രിയമായി വന്നു. ഓക്കെ, ഇതാണ് പിന്നീടുള്ള ചിത്രകലകൾ വരുന്നത്. പിന്നെ അവസാനമായിട്ട് നമുക്ക് അജാന്ത ഗുഹയിലെ ചുമർ ചിത്രങ്ങൾ നോക്കാം. ഇനി പശ്ചിമ ഡെക്കാനിലെ അജന്തയിലാണ് ബുദ്ധനിർമ്മിത ശിലാഗുഹങ്ങളിൽ പഴക്കമേറിയതും സുപ്രധാനവുമായ ചുവർ ചിത്രങ്ങൾ കണ്ടെത്തി. ഇത്തരം ഗുഹകളിലെ മച്ചുകളിലും തൂണുകളിലും ജാതക കഥകളിലെ രംഗങ്ങളും ബുദ്ധമത പ്രമേയങ്ങളും ചിത്രീകരിച്ചിരുന്നു. ജീവികളുടെ രൂപങ്ങളും സസ്യലതാദികളുമാണ് മറ്റ് പ്രമേയങ്ങളായിട്ട് വന്നത്. ഗുപ്ത ചിത്രകലയിലെ ഏറ്റവും ഉത്തമ മാതൃക അജന്തയിലുള്ളതാണ്. അപ്പം ഗുപ്ത ചിത്രങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു അജാന്ത ഗുഹയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഗുപ്തൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ഇത് വിശദീകരിച്ചു. ഈ ഒരു ഗുഹയിൽ നമുക്ക് പല രീതിയിൽ എന്താണോ നടന്നത് ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് അജാന്ത ഗുഹയിലെ ചുമർ ചിത്രങ്ങൾ. അന്നത്തെ കാലത്ത് ഗുപ്തൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും മറ്റും വിശേഷിപ്പിച്ചിട്ട് ഗുഹയിൽ ചുമർ ചിത്രങ്ങൾ അന്നത്തെ കാലത്തെ ജനങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്ന ചിത്രങ്ങളെ ആണ് നമ്മൾ ചുമരിൽ വരച്ച ചിത്രങ്ങളെയാണ് ഗുഹയിലെ ചുമരിൽ വരച്ച ചിത്രങ്ങളാണ് ചുമർ ചിത്രങ്ങൾ എന്ന് പ്രതിപാദിക്കുന്നത്. അപ്പം ആ ഒരു ടൈമിൽ വരച്ച ആ ഒരു ചിത്രത്തിൽ എന്തായിരുന്നു കൂടുതലായിട്ട് മരങ്ങൾ, പൂക്കൾ, മനുഷ്യർ, ജാതക കൃതികളിലെ കഥകൾ എന്നിവയൊക്കെയായിരുന്നു തീമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ചിത്രകലയിൽ ഇത്രയും ചിത്രകലകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ചിത്രകലയെയും കുറിച്ചിട്ട് ഒരു ഏകദേശ രൂപരേഖ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. അതുവരെ